അപ്പൊ ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമർ ഖത്താബാണ് നബിയിൽ നിന്ന് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഹദീസിലേക്ക് പോകാം. അപ്പൊ സനദ് പഠിച്ചു. സനദ് ചെന്ന് എത്തുന്ന ബാക്കി ടെക്സ്റ്റ് നബി പറഞ്ഞു, അത് നബി ചെയ്തു ഞാൻ കണ്ടു എന്ന് പറയുന്ന ആ ഭാഗം, അതിലാണ് മത്ന് എന്ന് പറയുക. മത്ന് ടെക്സ്റ്റ്. അപ്പൊ രണ്ട് പാർട്ടാണ് ഒരു ഹദീസിനുണ്ടാവുക. ഒന്ന് സനദ്, മറ്റൊന്ന് മത്ന്. സനദ് എന്ന് പറഞ്ഞാൽ ഈ മത്നിലേക്ക് നമുക്ക് എത്താനുള്ള വഴി, മത്നിലേക്ക് എത്താനുള്ള വഴി ഉദ്ധരിച്ച റിപ്പോർട്ടർമാർ. മത്ന് എന്ന് പറഞ്ഞാൽ ആ സനദ് ചെന്നെത്തുന്ന ആ ടെക്സ്റ്റ് എന്താണോ. അപ്പൊ ചിലപ്പോൾ സഹാബി പറഞ്ഞു, നബി പറഞ്ഞു ഞാൻ കേട്ടു, നബി ഇങ്ങനെ പറഞ്ഞു, അതാണ് മത്ന്. അപ്പൊ സനദും മത്നും. സനദിലാണ് മിക്കവാറും സ്വഹീയും വഴീഫും ഒക്കെ വരിക. അപ്പൊ ഹദീസ് സ്വഹീഹ് അല്ല എന്ന് ചിലപ്പോൾ പറയും, അത് വഴീഫാണ് എന്ന് പറയുമ്പോൾ ഈ പരമ്പരയിലാണ് പ്രധാനമായും ദുൽഫ് വരിക. മത്നിൽ വരില്ല എന്നല്ല, പ്രധാനമായും സനദിലാണ് ഈ ദുർബലതയും സ്വീകാര്യതയും ഒക്കെ പരിഗണിക്കപ്പെടുക. അത് പറഞ്ഞാൽ നമ്മൾ പിന്നെ ക്ലാസ് അതിലേക്ക് പോകേണ്ടി വരും. 5 നിബന്ധന വെക്കുമ്പോഴാണ് ഹദീസ് സ്വഹീഹ് ആവുക. ഒരു ഹദീസ് സ്വഹീഹ് ആകണമെങ്കിൽ 5 നിബന്ധന ആ പരമ്പരയിൽ ഒത്തുവരണം. അപ്പോഴേ അത് സ്വഹീഹ് ആവുകയുള്ളൂ എന്ന് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കി വെക്കുക. അത് ഏതെങ്കിലും ഒന്ന് പോയാൽ ആ ഹദീസ് സ്വഹീഹ് അല്ല എന്ന് പറയും.